ഖമനേയെ ഇസ്രായേലും US-ഉം ചേർന്ന് വധിച്ചത് എങ്ങനെയാണ് തീർത്തടക്കിയത് എന്നത് അറിയാൻ വേണ്ടി ത്വരയോടെ ഇപ്പോഴും എല്ലാം പരതി നോക്കുന്ന ജനവിഭാഗം നമുക്കുണ്ട്. അവരിലേക്ക് എത്തുന്ന ഒരു വാർത്തയാണിത്. അതായത് ഇസ്രായേലിന്റെ മൊസാദ് ഏജന്റുമാർ അല്ലെങ്കിൽ IDF തന്നെയും ആയിക്കോട്ടെ, ഇവർക്ക് കൃത്യമായ ഒരു വിങ് തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കാൻ പാകത്തിനുള്ള ആളുകൾ, ഏജന്റുമാർ ഇസ്രായേലുണ്ട്. അതിൽ ഇസ്രായേലിനെ കടത്തിവെക്കാൻ മറ്റാരുമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇറാനിയൻ സുരക്ഷാ ഗ്രൂപ്പായിട്ടുള്ള IRGCയോട് കൂറുമാറാനായിട്ടുള്ള ഒരു സാവകാശം ഇസ്രായേൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇവരോട് കൂറുമാറാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് എന്ത് വഴിയാണ് ഇവരെ കൂറുമാറ്റാനായിട്ട് ഉപയോഗിച്ചത്? ഇവരെ ഉപയോഗിച്ചിരിക്കുന്നത് ഇറാനിയൻ പ്രാർത്ഥന ആപ്പായിട്ടുള്ള ഒരു ബഡേ സഭ എന്ന് പറയുന്ന ആപ്പുണ്ട്. അത് ഇസ്രായേൽ ഹാക്ക് ചെയ്തു. നോക്കൂ, ഇസ്രായേൽ ഇത്തരത്തിൽ ഹാക്ക് ചെയ്ത് നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഹാക്ക് ചെയ്തുകൊണ്ട് അവർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു മൊസാദ് ഏജന്റുമാർ, നമുക്ക് അത് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എനർജിയാണ് വരിക. കാരണം അത്രത്തോളം പ്രാപ്തരായിട്ടുള്ള ഏജന്റുമാർ, ചാരന്മാർ മൊസാദിന് അല്ലെങ്കിൽ ഇസ്രായേലിന് തന്നെ ഉണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യം നടത്തിയിരിക്കുന്നത്. CIA പ്രവർത്തനവും ഖമനേയിയുടെ കൊലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരു മടങ്ങ്, ഒരു പടി കൂടി കവച്ചു വെച്ചിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. ലോകത്തിന്റെ ഏത് കോണിലും കടന്നു ചെന്ന അവരുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇത്രയും പ്രാപ്തരായ മിടുക്കന്മാരായ ചാരന്മാർ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനുണ്ടോ എന്നുള്ളത് സംശയമാണ്. നോക്കൂ, IRGC എന്ന് പറയുന്നത് ഖമനേയിക്ക് ചുറ്റും സുരക്ഷയൊരുക്കുന്ന ഒരു വിങ്ങാണ്. ആ ഗ്രൂപ്പിനെ കൂറുമാറ്റാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവർക്കൊക്കെ വിശ്വസിക്കാനായിട്ട് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അത്തരത്തിലൊരു കാര്യം ഇവിടെ നടപ്പായിരിക്കുന്നു. അതാണ് ഇറാനിയൻ പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ടുള്ള ബഡേ സഭ എന്ന് പറയുന്ന ആപ്പ്. ആ ആപ്പിൽ സന്ദേശം അയച്ചുകൊണ്ട് ഇങ്ങനെ അവർക്ക് വേണമെങ്കിൽ പിൻവാങ്ങാം, ഇല്ലെങ്കിൽ എല്ലാം ചത്തു തുലഞ്ഞോളൂ എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് പോയിരിക്കുന്നു, പാസ് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ. അത് US അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു സ്ട്രൈക്കാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത്തരത്തിലൊരു ആപ്പ് ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ ഡൗൺലോഡ് ചെയ്തത്? മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ സമയം ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നതും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മാത്രം 5 ദശലക്ഷത്തിലധികം തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു ആപ്പ് എന്നുള്ളതാണ്. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മെസ്സേജ് IRGCയുടെ കേഡറുകൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് വളരെ കൃത്യമായി കണിശതയോടുകൂടി മാസങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിൽ നടത്തിയ ആക്രമണത്തിലാണ് ഖമനേയിയെ തീർത്തു കളഞ്ഞത്. ഖമനേയി മാത്രമല്ല, ഖമനേയിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പറ്റം ആൾക്കാരെ അങ്ങ് കട്ടപ്പുകയാക്കി, ഒരു പിടിച്ചാരമാക്കി മാറ്റി എന്നുള്ളതാണ്. മാസങ്ങളായിട്ട് ഖമനേയിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, അതായത് CIA രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. പക്ഷേ അവിടെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി ത്വരിതഗതിയിലുള്ള വേറൊരു ചടുലമായ നീക്കം നടത്തിയത് ഇസ്രായേൽ ചാരന്മാരാണ് എന്നുള്ളതാണ്, ഇസ്രായേലാണ്. അതായത് ശനിയാഴ്ച രാവിലെ സെൻട്രൽ ടെഹ്റാനിലെ ഒരു നേതൃത്വ കോമ്പൗണ്ട് ഒരു മീറ്റിംഗ് നടക്കുന്നത്, ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം നടക്കുന്നുണ്ട് എന്നുള്ളത് CIA അറിഞ്ഞു. ഈ CIA അറിഞ്ഞതിന് ശേഷമാണ് ഈ മാസീവായിട്ട് ഒരു മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഇസ്രായേലിലെ പ്രാദേശിക സമയം ഏകദേശം 6 മണിയോടുകൂടിയാണ് ആക്രമണങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ദീർഘദൂര മിസൈലുകളെല്ലാം ഏകദേശം 9:40 ഈ ഒരു കോമ്പൗണ്ടിൽ, അതായത് ഇവർ മീറ്റിംഗ് ചേർന്നിരുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ പതിച്ചിട്ടുണ്ട്. മുതിർന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം ഒരു കെട്ടിടത്തിൽ ഒത്തുകൂടി. ഖമനേയി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഖമനേയിയെ കൂടാതെ ബോംബാക്രമണത്തിൽ റെവല്യൂഷണറി ഗാർഡ്സിന്റെ മേധാവി ജനറൽ മുഹമ്മദ് പക്പൂർ, ഉന്നത സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി എന്നിവർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടതായിട്ട് ഇറാന്റെ
നീതിന്യായ വകുപ്പിന്റെ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. അപ്പോൾ നിരവധി സൈബർ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒത്തുചേരുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ സമയം ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നതും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മാത്രം 5 ദശലക്ഷത്തിലധികം തവണ ഡൗൺലോഡ് ചെയ്തതുമായിട്ടുള്ള ഈ ജനപ്രിയ ഇറാനിയൻ പ്രാർത്ഥന ആപ്പായിട്ടുള്ള ബഡേ സഭ കലണ്ടർ ഇസ്രായേൽ ഹാക്ക് ചെയ്തത്. ശനിയാഴ്ച രാവിലെ തന്നെ ദശലക്ഷക്കണക്കിന് ഉപകരണങ്ങളെ ഹാക്ക് ചെയ്തിട്ടുള്ള ഈ ആപ്പ് വഴി സന്ദേശങ്ങൾ ലഭിക്കുകയാണ്. ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരോട് ഭരണകൂടത്തിൽ, അതായത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കേണ്ട, അതിൽ നിന്ന് പിന്മാറിയിട്ട് രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരണം എന്നുള്ള സന്ദേശമാണ് എത്തിയത്. അങ്ങനെ ചേരണം എന്നുള്ള സന്ദേശം എത്തിയത് പേർഷ്യൻ ഭാഷയിലാണ്. ഈ പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള അറിയിപ്പുകളിൽ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടുള്ള ചില സ്ക്രീൻഷോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് സഹായം എത്തി എന്നുള്ള ഇതിലാണ്, ആ ഒരു രീതിയിലാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ IRGCയുടെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അടിച്ചമർത്തൽ സേന എന്ന് വേണമെങ്കിൽ IRGCയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അത്രമേൽ ക്രൂരമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സേനയാണ് IRGC എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് പൊതുമാപ്പ് ലഭിക്കും, പക്ഷേ നിങ്ങൾ ഇറാനെ ഈ ഒരു മതഭരണകൂടത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാകണം, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചോളൂ എന്നുള്ളതായിരുന്നു ഈ ആപ്പ് വഴി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ US ഇസ്രായേൽ ഒരു സംയുക്തമായി നടത്തിയ ഈ ആക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 28 രാവിലെ ദശലക്ഷക്കണക്കിന് ഇറാനികൾക്കാണ് ഈ പേർഷ്യൻ ഭാഷയിൽ ഇത്തരം ഒരു മെസ്സേജ് ലഭിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇറാനിയൻ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിൽ പങ്കുചേരുന്ന ഏതൊരാൾക്കും പൊതുമാപ്പും ക്ഷമയും, അതായത് ഇതെല്ലാം ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് പൊതുമാപ്പ് നൽകും എന്നാണ് ഒരു സന്ദേശത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നത്. തുടർന്ന് രാവിലെ 10:14 വന്ന അറിയിപ്പ് എന്ന് പറയുന്നത് ഇറാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ ആയുധങ്ങൾ താഴെ വയ്ക്കുകയോ വിമോചന സേനയിൽ ചേരുകയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി IRGC ഉദ്യോഗസ്ഥരിൽ വല്ലാത്തൊരു അങ്കലാപ്പ് ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് അവരെ വളരെ സമ്മർദ്ദത്തിലാക്കി. അപ്പോൾ ഈ 5 ദശലക്ഷത്തിലധികം ഡൗൺലോഡുകളുള്ള ഒരു ആപ്പാണിത്. ഇതൊരു മത യൂട്ടിലിറ്റി ആപ്പ് കൂടിയാണ്. ഈ ഇറാനികൾ ഈ ഒരു ആപ്പിൽ കൊടുത്തിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തെയാണ് ഇത് ഹാക്ക് ചെയ്യുന്നതിലൂടെ ഇസ്രായേലിന് ഇല്ലാതെയാക്കാനായിട്ട് കഴിഞ്ഞത്. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സൈബർ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ഹാക്കിംഗ് വഴി ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിയത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് കൂടി ഇസ്രായേലും US ചേർന്ന് സംയുക്തമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരുടെ ഒരു ചാരപ്രവർത്തനങ്ങളെ കവച്ചു വയ്ക്കാനായിട്ട് മറ്റൊരാൾക്കും കഴിയുന്നില്ല. അതായത് അത്രത്തോളം സുരക്ഷ ഏർപ്പെടുത്തിയിരുന്ന ഖമനേയിയെ പോലും കൊലപ്പെടുത്താനായിട്ടും ആ ഖമനേയിക്ക് സുരക്ഷ നൽകുന്ന IRGC ഉദ്യോഗസ്ഥരെ കൂറുമാറ്റാൻ വരെ ഇസ്രായേലിനും US കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചില ഉദ്യോഗസ്ഥരെങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് അവിടം വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ IRGC അവരെങ്ങനെ ചാരന്മാരായി, അതായത് ഡബിൾ ഏജന്റുമാരായിട്ട് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് കൂടി നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്കെല്ലാം നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വാർത്തയുടെയും താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. മറ്റൊന്നുകൂടി ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തുക.